السلام عليكم ورحمة الله وبركاته. الحمد لله وحده، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما وهدى ورحمة وسدادا يا رب العالمين. الحمد لله. الله تعالى നമഹത്തായ അനുഗ്രഹത്താല് അൽഹംദുലില്ലാ അള്ളാന്റെ കലാം ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു മജ്ലിസിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിന്നായിട്ട് എന്താണ് തജ്വീദ്, എന്താണ് മഖ്റജ്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മഖ്റജുകളെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചു. അൽഹംദുലില്ലാ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് തൊറഫുൽ ലിസാൻ, അഥവാ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാലാമത്തെ പ്രധാനപ്പെട്ട മഖ്റജായ അല്ലെങ്കിൽ നാലാമത്തെ വീടായ അൽ ലിസാനിൽ നാവിന്റെ 4 ഭാഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. അഖ്സൽ ലിസാൻ, വസത്തുൽ ലിസാൻ, ഹാഫത്തുൽ ലിസാൻ, തറഫുൽ ലിസാൻ. ഇങ്ങനെ ഈ സ്ഥലങ്ങളിൽ നിന്നായിട്ട് 18 അക്ഷരങ്ങൾ വരുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതില് നാലാമത്തെ ഭാഗമായിട്ടുള്ള തൊറഫുൽ ലിസാൻ, നാലാമത്തെ വീടായിട്ടുള്ള തൊറഫുൽ ലിസാൻ കുറച്ച് വലിയ വീടാണ്. ആ വീട്ടിൽ നിന്നും 5 സ്ഥലങ്ങളിലായിട്ട് 10 അക്ഷരങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിലെ ആദ്യത്തെ 2 സ്ഥലങ്ങൾ, അഥവാ ഒന്നാമത്തെ സ്ഥലമായ തൊറഫുൽ ലിസാനിൽ വരുന്ന നൂനും, ഒന്നാമത്തെ അക്ഷരമായ നൂനും അതുപോലെ തന്നെ റായും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 3 ഗ്രൂപ്പുകളായിട്ട് വരുന്ന 9 അക്ഷരങ്ങളെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് പറയാനുള്ളത്. അതിലെ ആദ്യത്തെ ഗ്രൂപ്പിനെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അഥവാ തൊറഫുൽ ലിസാനിൽ നിന്ന് വരുന്ന മറ്റ് 3 അക്ഷരങ്ങളിൽ പെട്ടതാണ് ഖ, ദാൽ, ത, അതുപോലെ തന്നെ സ്വാദ്, സീൻ, സ, ള, ദാൽ, സ. ഇൻഷാ അല്ലാഹ് ഇതിൽ നമ്മൾ ആദ്യത്തെ 3 അക്ഷരങ്ങളായ ത, ദാൽ, ത ആണ് പഠിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് ബിസ്മില്ലാ. അപ്പൊ നമുക്കറിയാം, നമ്മൾ മനസ്സിലാക്കി നാവിന്റെ അറ്റത്ത് നിന്നാണ് ഈ അക്ഷരങ്ങളൊക്കെ വരുന്നത് എന്നുള്ളത്. പക്ഷെ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ട്, ഒരക്ഷരം വരണമെങ്കിൽ അതിൽ ഒരു സ്ഥലം മാത്രം, ഇപ്പൊ നാവിന്റെ അറ്റം മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താക്കാൻ പറ്റൂല, ആ അക്ഷരം പറയാൻ പറ്റൂല. അതെന്ത് ചെയ്യണം? വേറൊരു സ്ഥലത്ത് പോയിട്ട് ടച്ച് ചെയ്യണം, അപ്പോഴാണ് സൗണ്ട് ഉണ്ടാവുക. അഥവാ 2 കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടിമുട്ടുമ്പോഴാണ് അവിടെ എന്തുണ്ടാവുന്നത്? ശബ്ദം ഉണ്ടാവുന്നത്. അതല്ലാതെ ഒരു കൈ മാത്രം വീശിയാൽ എന്തുണ്ടാവില്ല? സൗണ്ട് ഉണ്ടാവില്ല. അപ്പൊ നമ്മള് നാവിന്റെ അറ്റം എവിടെയാണ് ടച്ച് ചെയ്യേണ്ടത്, ആ ടച്ച് ചെയ്യുന്ന സ്ഥലത്തിലാണ് ഈ ഓരോ അക്ഷരങ്ങളുടെയും വ്യത്യാസം. അഥവാ നൂൻ, റ, ദാൽ, ത, അതുപോലെ തന്നെ ഇനി വരുന്ന അക്ഷരങ്ങളൊക്കെയും നാവിന്റെ അറ്റത്തു നിന്ന് തന്നെയാണ് വരുന്നത്. പക്ഷെ അത് കൊണ്ടുപോയി ടച്ച് ചെയ്യുന്ന സ്ഥലങ്ങൾ എന്താണ്? വ്യത്യസ്തമാണ്. ഓക്കെ. അപ്പൊ ഈ ത, ദാൽ, ത അല്ലെങ്കിൽ ത, ദാൽ, ത ഈ 3 അക്ഷരങ്ങളും ഒരേ സ്ഥലത്തു നിന്ന് വരുന്ന 3 അക്ഷരങ്ങളാണ്. എന്താണ് നാവിന്റെ അറ്റം എവിടെയാണ് ടച്ച് ചെയ്യേണ്ടത്? മുകളിലുള്ള 2 മുൻപല്ലുകളുടെ വേര്, അതല്ലെങ്കിൽ ഗം ലൈനോ റൂട്ടെന്നോ ഒക്കെ പറയാം. അഥവാ പല്ല് തുടങ്ങുന്ന ആ ഭാഗം, ആ ഒരു ഭാഗത്താണ് നമ്മൾ ടച്ച് ചെയ്യേണ്ടത്. പല്ലിനല്ല, പല്ലിന്റെ ബാക്ക് സൈഡില് ആ ഒരു പല്ല് തുടങ്ങുന്ന ആ ഒരു പല്ലിന്റെയും നമ്മുടെ ആ ഒരു മോണയുടെയും 2ന്റെയും നടുവിലുള്ള ആ ഒരു വര, ആ ഒരു ഗം ലൈൻ അല്ലെങ്കിൽ റൂട്ട് എന്ന് പറയാം. അഥവാ ദ ടിപ്പ് ഓഫ് ദ ടങ് വിത്ത് ദ റൂട്ട്സ് ഓഫ് ദ ടോപ്പ് 2 ഇൻസിസേഴ്സ്. ഇൻസിസേഴ്സ് എന്ന് പറഞ്ഞാൽ മുന്നിലെ 2 മുൻപല്ലുകൾക്കാണ് എന്ത് പറയുന്നത്? ഇൻസിസേഴ്സ് എന്ന് പറയുന്നത്. സനായ എന്ന് അറബിയിൽ പറയും. അപ്പൊ ഇവിടെയാണ് നമ്മൾ ദാൽ, ത പറയുമ്പോൾ നമ്മുടെ നാവിന്റെ അറ്റം ടച്ച് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ആദ്യത്തെ അക്ഷരമായ ത നോക്കാം. ഇവിടെ നാവിന്റെ അറ്റം എവിടെയാണ് ടച്ച് ചെയ്യുന്നത്? പല്ലിനല്ല, പല്ല് തുടങ്ങുന്ന ആ ലൈനിൽ, ഇവിടെയാണ് എന്താക്കേണ്ടത്? നമ്മൾ ടച്ച് ചെയ്യേണ്ടത്. ഓക്കെ. മറ്റ് 2 അക്ഷരങ്ങളിൽ നിന്നും ഈ അക്ഷരത്തിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. അഥവാ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരേ മഖ്റജിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളെയും എന്ത് ചെയ്യും? അതിന്റെ ക്യാരക്ടർ അല്ലെങ്കിൽ അതിന്റെ സിഫത്താണ് അതിനെ വ്യത്യസ്തപ്പെടുത്തുന്നത്. അപ്പം എന്ത് തന്നെയായാലും 3 അക്ഷരങ്ങൾക്കും 3 തരത്തിലുള്ള സിഫത്തുകൾ ഉണ്ടാവും, ഒരുപോലെയുള്ള സിഫത്തുകളും ഉണ്ടാവും. അപ്പൊ ആദ്യം നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ പറയുന്നത് കേട്ടാൽ നമുക്ക് മനസ്സിലാവും. അഥവാ പോടെ ശബ്ദ കൊടുക്കുന്ന വേർഷൻ ആണ് ഇവിടെ പറയുന്നത്. നമുക്കത്
സ്റ്റോപ്പ് ചെയ്തിട്ട് അഥവാ പാക്ക് സുക്കൂൻ കൊടുത്ത് ശ്രദ്ധ കൊടുക്കുന്ന രീതിയിൽ ആ രീതിയിൽ ഉച്ചരിക്കാണ്. പോ പോ പോ. നാവിന്റെ അറ്റം എവിടെ ടച്ച് ചെയ്യണം? മുകളിലെ മുന്നിലെ പല്ല് തുടങ്ങുന്ന സ്ഥലത്ത്. അതുപോലെ തന്നെ എന്താണ് ഇവിടെ? നാവിന്റെ ബാക്ക് സൈഡ് ഉയർത്തിയിട്ടാണ് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ അക്ഷരം എന്തായിരിക്കും? ഹെവി ലെറ്റർ ആയിരിക്കും. നമുക്ക് ഓരോ സിഫത്തുകളും വെച്ച് നോക്കാം. അപ് അപ് പോ അഥവാ പറഞ്ഞു നോക്കുക. പോ പോ അപ്. എയർ പുറത്തേക്ക് പോകുന്നുണ്ട്? ഇല്ല, കാറ്റ് പുറത്തേക്ക് പോവില്ല. അപ്. ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും കംപ്ലീറ്റ്ലി എന്താണ് മഖ്റജ് അടഞ്ഞിട്ടാണുള്ളത്. ഇനി എന്താണ് സൗണ്ട് പുറത്തേക്ക് പോകുന്നുണ്ടോ നോക്കാൻ. അപ് അപ് അപ്. അവിടെ എന്താണ് മഖ്റജ് അടഞ്ഞിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ സൗണ്ടിനും പുറത്തു പോകാൻ പറ്റില്ല. എയർ പുറത്തു പോകുന്നില്ല, കാറ്റ് പുറത്തു പോകുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ജഹറിന്റെ അക്ഷരാണ്, ഹംസ് ഇല്ല. അതുപോലെ തന്നെ സൗണ്ടും പുറത്തേക്ക് പോകുന്നില്ല, ഷിദ്ദയുടെ അക്ഷരാണ്, സൗണ്ട് അവിടെ അടഞ്ഞിട്ടാണുള്ളത്. ഇസ്തിഅലാണോ ഇസ്തിഫാലാണോ ഹെവി അഥവാ സൗണ്ടിന്റെ ഡയറക്ഷൻ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. എന്താണ് നാവിന്റെ ബാക്ക് സൈഡ് ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറയുമ്പോൾ എങ്ങനെ പറയുന്നത്? പോ 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 പോ. എന്താണ് ഉയർത്തി പറയേണ്ട ലെറ്റർ ആണ് അല്ലെ, ഹെവി ലെറ്റർ ആണ്. അതുപോലെ തന്നെ എന്തുണ്ട്? ഇത്ബാഖും ഇൻഫിതാഹും വെച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് സൗണ്ടിൽ ഒരു കുടുസത ഉണ്ട് അല്ലെ, ഒരു കംപ്രഷൻ ഉണ്ട്. പോ പോ. നമ്മുടെ നാവിന്റെ ഏകദേശം ഫ്രണ്ട് ഭാഗവും ബാക്ക് സൈഡും ഒക്കെ ഉയർന്നിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ സൗണ്ട് അവിടുന്ന് കുടുസായിട്ട് നിൽക്കും. പോ പോ. നാവിന്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളും ഉയർത്തിയിട്ട് അവിടെ ചെറിയൊരു സ്പേസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പോ എന്താണ് ഇത്ബാഖിന്റെ അക്ഷരാണ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമുക്ക് അടുത്ത അക്ഷരം കൂടെ അല്ലെങ്കിൽ വേണ്ട. അപ്പൊ നമ്മള് മുന്നേ ഖാഫ് പഠിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഥവാ അവിടെ ഖാഫ് പറയുമ്പോൾ എന്താവുന്നുണ്ട്? സൗണ്ട് അവിടെ ബ്ലോക്ക് ആവുന്നുണ്ട് അല്ലെ. അപ്പം സ്വാഭാവികമായിട്ടും ഈ അക്ഷരങ്ങൾ പറയുമ്പോൾ സൗണ്ട് ബ്ലോക്ക് ആവുമ്പോൾ നമുക്ക് ആ സൗണ്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ മറ്റൊരു പരിഹാരം എന്തായാലും വേണം. കാരണം നമ്മൾ ഉച്ചരിക്കുന്നത് എന്താണ് എന്നുള്ളത് കേൾക്കുന്നവർക്ക് മനസ്സിലാകണം. അപ്പോഴാണ് ഇത് ഇന്ന അക്ഷരാണ്. അതല്ലെങ്കിൽ ഖാഫും തായും ഒക്കെ പറയുമ്പോൾ ഒരുപോലെ തോന്നും. അപ്പ് ഏതാണ് അക്ഷരം എന്നുള്ളത് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവില്ല സുക്കൂൻ കൊടുത്ത് ഉച്ചരിക്കുമ്പോൾ. അപ്പൊ അതിനൊരു പരിഹാരം എന്ത് തന്നെയാലും എല്ലാ അക്ഷരത്തിനും ഉണ്ടാവും. ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പൊ ഇതിനൊരു പരിഹാരം എന്തായാലും ഉണ്ടാവണം. അപ്പൊ നമ്മള് മുന്നേ പഠിച്ച കാഫ് എന്നുള്ള അക്ഷരം പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അവിടെയും കാഫിന്റെ മഖ്റജ് അടയുന്നുണ്ട്. അപ്പൊ അതിനൊരു പരിഹാരം അതിന്റെ ഒപ്പമുള്ള സിഫയിൽ തന്നെ എന്ത് വന്നു? അതിന് ഹംസ് ഉള്ളത് കൊണ്ട് അവിടെ ഗ്യാപ്പ് വരുന്നു, അത് എയർ പുറത്തേക്ക് പോകുന്നു. അതുപോലെ തന്നെ ലാം റ എന്നുള്ള അക്ഷരങ്ങൾ പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ എന്താണ് മഖ്റജ് അവിടെ ക്ലോസ് ആയിട്ടാണ് ഉള്ളത് ലാം പറയുമ്പോൾ. അപ്പൊ അതിനൊരു പരിഹാരം എന്നുള്ളതിന് അതിന് സ്പെഷ്യൽ സിഫായിട്ട് എന്ത് ഇൻഹിറാഫ് ഉണ്ട്, അഥവാ സൈഡിലോട്ട് സൗണ്ട് പോകുന്ന രീതി. നമ്മളൊരു സ്ഥലത്തേക്ക് യാത്ര പോകുന്നു, അപ്പൊ അവിടെ എന്താണ് ട്രാഫിക് ബ്ലോക്ക് ചെയ്ത് അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും മരം വീണിട്ട് ആ വഴി അടഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എന്നാ പിന്നെ അത് തുറക്കുന്നവരെ അവിടെ നിൽക്കാന്ന്. സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും തിരക്കുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ എന്താ പെട്ടെന്ന് എല്ലാതും നേടിയെടുക്കണം അല്ലെങ്കിൽ എത്തണം എന്നുള്ള ചിന്ത ഇന്നത്തെ കാലത്ത് അതെന്താണ് എല്ലാം ഫാസ്റ്റ് ആണ് അല്ലെ. ഭക്ഷണത്തിന്റെ പേര് തന്നെ എന്താണ്? ഫാസ്റ്റ് ഫുഡ് എന്നാ. അഥവാ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് വേണം എന്നുള്ളതാണ് നമ്മളെ ഇത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താക്കും? വേറെ വഴിയിലൂടെ പോകും. അപ്പൊ അതുപോലെ ആണ് എന്ത് ലാമിന്റെ കാര്യം, അതുപോലെ തന്നെ റായുടെ കാര്യം. അത് നേരെ പോകാൻ എന്തില്ല, അതിനവിടെ സ്പേസ് ഇല്ല, പുറത്തേക്ക് പോകാൻ സ്പേസ് ഇല്ല. പക്ഷെ ഇത് പുറത്ത് പോയേ പറ്റുള്ളൂ. അപ്പം എവിടെയാണോ സ്പേസ് ഉള്ളത് അതിലൂടെ എന്ത് ചെയ്യും? അത് പുറത്തേക്ക് പോകും. അതുപോലെ തന്നെ നൂനിന്റെ കാര്യം, നൂന് മഖ്റജ് അടഞ്ഞു, അതുകൊണ്ട് മൂക്കിലൂടെയുള്ള ആ ഒരു സ്പേസിലൂടെയാണ് നൂനിന്റെ സൗണ്ട് പുറത്തേക്ക് പോകുന്നത്. അപ്പൊ എല്ലാത്തിനും എന്തുണ്ടാവും? ഒരു പരിഹാരം ഉണ്ടാവും. അതേപോലെ ഈ അക്ഷരങ്ങൾക്കും നേരത്തെ ഖാഫിനുണ്ടായ അതേ കാര്യമാണ് എന്ത് ഇവിടെ തോലും നടക്കുന്നത്. അവിടെ എന്തായിട്ടുണ്ട്? മഖ്റജ് അടഞ്ഞിട്ടുണ്ട്. അപ്പൊ സൗണ്ട് പുറത്തേക്ക് പോകണം. അപ്പൊ അതിന് തീർച്ചയായിട്ടും ഒരു പരിഹാരം ഉണ്ടാവണം. അതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൽക്കല ചെയ്യാന്നുള്ളത്. ഈ കൽക്കലയിൽ 5 അക്ഷരങ്ങളുണ്ട്. നമ്മൾ ഫസ്റ്റ് ലെക്ചർ ആയിട്ടുള്ള ഖാഫ് ആണ് പഠിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ജീമും പഠിച്ചിട്ടുണ്ട്. അപ്പം അടുത്ത അക്ഷരമായിട്ടുള്ള ഖ നമ്മളോട് പഠിക്കുകയാണ്. അപ്പൊ ഈ ഖ പറയുമ്പോൾ എന്ത് ചെയ്യണം? നമ്മള് അതിന്റെ മഖ്റജില് നമ്മൾ പോയി വെക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? ചെറിയൊരു
സ്പേസ് കൊടുക്കാം മഹ്റജിന്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മുടെ ചുണ്ടോ അതല്ലെങ്കിൽ താടിയലുകളോ ഒന്നും മൂവ്മെന്റ് ചെയ്യരുത്. അത് ആ നോർമൽ പൊസിഷനിൽ തന്നെ ഉണ്ടാവണം. താടിയലും ചുണ്ടൊക്കെ അനക്കിയിട്ട് അപ്പ് അപ്പ് എന്നൊക്കെ പറയുമ്പോ എന്താവും, അതിന്റെ സൗണ്ട് മാറും. നമ്മൾ എന്ത് ചെയ്യരുത്, ആ ഒരു ചെറിയൊരു സ്പേസ് അവിടെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവുക എന്ന് മാത്രം. അപ്പ് അപ്പ് അത് പ ആണ് എന്ന് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ ഉച്ചരിക്കാം. അതാണ് ഈ അക്ഷരങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ അപ്പോ ഹെവി ലെറ്റർ ആണ്. അപ്പൊ അതിന്റെ സൗണ്ട് എല്ലാ സമയത്തും അതെന്തായിരിക്കും, ഹെവി ആയിരിക്കും. അഥവാ ഉയർത്തി പറയേണ്ട അക്ഷരമായതുകൊണ്ട് തന്നെ അതിന് ഫത്ഹാണെങ്കിലും കെസറാണെങ്കിലും ദമ്മാണെങ്കിലും സുക്കൂൻ ആണെങ്കിലും ഒക്കെയും അത് ഉയർത്തിയിട്ട് തന്നെയാണ് പറയേണ്ടത്. പക്ഷെ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാല് ഓരോ സമയത്തുള്ള ഹെവിനെസ്സിലും വ്യത്യാസം ഉണ്ടാവും, ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പം പ പറയുമ്പോ ഇപ്പം പറയുന്ന പോലെ അല്ല തോ പറയുമ്പോഴുള്ള ഹെവിനെസ് അത് ശ്രദ്ധിക്കാം. അപ്പൊ ഇതാണ് പോ എന്നുള്ള അക്ഷരത്തിൽ പറയാനുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, പോക്ക് സുക്കൂൻ വന്ന് കൊടുക്കുമ്പോൾ നമ്മൾ എന്താക്കരുത്, കൽക്കലതില്ലാതെ പറയരുത്. എങ്ങനെ മുഹീത്ത് മുഹീത്ത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കരുത്. മുഹീത്ത് അപ്പ് യത്മഊന യത്മഊന അത്മഉ അപ്പ്. ഓക്കെ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം ത്വാ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ചുണ്ട് ഉപയോഗിച്ചിട്ട് എന്താക്കും, ത്വാ ത്വാ. നമ്മള് മലയാളത്തില് എന്താ സ്വഭാവം എന്നൊക്കെ പറയാൻ സ്വാ ആക്കുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ പോലെ തോ പറയുമ്പം ചുണ്ടിനെ കൊണ്ട് ത്വാ ത്വാ, ഒരു വാവൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ത്വാ പറയും. അങ്ങനെ ഒരിക്കലും പറയരുത്. കണ്ണാടി നോക്കുക, പറയാ. ചുണ്ടിനെ കൊണ്ടുള്ള ഒരാവശ്യമില്ല. ചുണ്ട് എന്താക്കണ്ട, അനക്കേ വേണ്ട, വായ തുറക്ക. തോ തോ, ആ രീതിയിലാണ് നമ്മൾ ഈ അക്ഷരം പറയേണ്ടത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനി ശൈത്വാനി തോ ശൈത്വാ അല്ല ശൈത്വാ ആവരുത്. രണ്ടും ശ്രദ്ധിക്കണം. നമ്മുടെ നാവിന്റെ അറ്റം പല്ലിന്റെ ബാക്കിലുള്ള ആ ഒരു ലൈനിലാണ് ടച്ച് ചെയ്യേണ്ടത്. പറയുമ്പോൾ ഇത് ചുണ്ടിന്ന് വരുന്ന അക്ഷരമല്ല, അതുകൊണ്ട് ചുണ്ട് ഉപയോഗിക്കാതെ തന്നെ പറയാ. തോ, എയർ വരരുത്. എന്താണ്, ഹെവി ലെറ്റർ ആണ്. അപ്പൊ നാവിന്റെ ബാക്ക് സൈഡ് ഉയരണം. ബാക്ക് സൈഡ് ഉയരുന്നത് നമുക്ക് ഫീൽ ചെയ്യണം. ആ രീതിയിൽ നമ്മൾ എന്താക്കുക, ഉയർത്തിയിട്ട് പ്രാക്ടീസ് ചെയ്യാം. ബറക്കല്ലാഹു ഫീക്കും. അടുത്ത അക്ഷരം ദാൽ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാതും എന്താണ്, നാവിന്റെ അറ്റത്തു നിന്നാണ് വരുന്നത്. അതുപോലെ തന്നെ എവിടെയാണ് ടച്ച് ചെയ്യുന്നത്, മുകളിലെ പല്ലിന്റെ ആ ഒരു ഗം ലൈനിൽ. വ്യത്യാസം എന്താണ് ദാലിന് തോലിൽ നിന്നും? എന്താണ് വ്യത്യാസം? നാവിന്റെ ബാക്ക് സൈഡ് എന്തല്ല, ഉയർത്തിയിട്ടല്ല ഉള്ളത്. ദാല് ലൈറ്റ് ലെറ്റർ ആണ്. ദ ദ സൗണ്ടും വ്യത്യാസം ഉണ്ട് അല്ലെ. പോ ദ ഒരുപോലെയാണ് ഉള്ളത് അല്ല, വ്യത്യാസമുണ്ട്. അപ്പൊ അതിന് എന്തൊക്കെ ഉണ്ടാവും, സിഫത്തുകളിലും വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ദാല് സുക്കൂന് കൊടുത്തിട്ട് പറഞ്ഞു നോക്കാം. അതിനു മുമ്പ് നമുക്ക് വീഡിയോ പ്ലേ ചെയ്യാം. ഓക്കെ, ഇവിടെയും എന്ത് സംഭവിച്ചു, നേരത്തെ പോ പറഞ്ഞപ്പോൾ ഉണ്ടായ അതേ കാര്യം സംഭവിച്ചു. എന്തില്ല, സൗണ്ട് പുറത്തേക്ക് പോകുന്നില്ല, അവിടെ ബ്ലോക്ക് ആണ്. മഹ്റജ് എന്താണ്, ക്ലോസ് ആയിട്ടാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്തുണ്ടാവില്ല, സൗണ്ടും പുറത്തേക്ക് പോവില്ല, കാറ്റും പുറത്തേക്ക് പോവില്ല. അപ്പൊ ദാലും പായും എന്താണ്, ജഹറിന്റെ അക്ഷരമാണ്, ഷിദ്ദയുടെ അക്ഷരമാണ്. അപ്പൊ ഫസ്റ്റത്തെ രണ്ട് സിഫത്തും രണ്ട് അക്ഷരങ്ങൾക്കും സെയിം ആണ്, വ്യത്യാസമൊന്നുമില്ല. ഇനി എന്തിലാണ് രണ്ടിന് വ്യത്യാസം വരുന്നത്, അത് അടുത്ത സിഫയിലാണ്. അഥവാ ദാല് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, നമ്മുടെ നാവ് എന്താണ്, റിലാക്സ് ആയിട്ടാണുള്ളത്. നാവിന്റെ ബാക്ക് സൈഡ് ഉയർത്തൊന്നും വേണ്ട. അപ്പൊ എന്താണ്, ദാല് ലൈറ്റ് ലെറ്റർ ആണ്, അഥവാ ഇസ്തിഫാലിന്റെ അക്ഷരമാണ്. പോ നേരത്തെ പറഞ്ഞു ഉയർത്തി പറയേണ്ട അക്ഷരമാണ്, ദാല് താഴ്ത്തി പറയേണ്ട അക്ഷരമാണ്. അപ്പം നോർമലി ഒരു അക്ഷരം ലൈറ്റ് ലെറ്റർ ആണെങ്കിൽ പിന്നെ അപ്പുറത്ത് ഇത്ബാഖ് ആണോ ഇൻഫിതാഹ് ആണോ നമ്മൾ കൂടുതൽ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. അതെന്തായിരിക്കും, ഇൻഫിതാഹ് ആയിരിക്കും. കാരണം എന്താ, ഹെവി ലെറ്ററിന് മാത്രമേ ഇത്ബാഖ് ഉണ്ടാവുള്ളൂ. ആ ഹെവി ലെറ്ററിൽ തന്നെ എല്ലാ ലെറ്റേഴ്സിനും ഇത്ബാഖ് ഇല്ല. ഇത്ബാഖിന്റെ അക്ഷരങ്ങൾ ആകെ 4 എണ്ണം മാത്രമേ ഉള്ളൂ. അതിൽ നമ്മൾ 2 ലെറ്റേഴ്സ് പഠിച്ചു. ഇൻഷാ അല്ലാഹ് ബാക്കി 2 ലെറ്റേഴ്സ് നമുക്ക് വഴിയെ പഠിക്കാം. ഇപ്പൊ ഫസ്റ്റ് ലെറ്റർ വാദായിരുന്നു നമ്മൾ പഠിച്ചത്, ഇപ്പം പോ പഠിച്ചു. ഇനി ബാക്കിയുള്ള 2 ലെറ്റേഴ്സ് നമുക്ക് പഠിക്കാം. ബാക്കി എല്ലാ ലെറ്റേഴ്സും എന്താണ്, ഇൻഫിതാഹിന്റെ അക്ഷരമാണ്, അഥവാ വായ ഓപ്പൺ ചെയ്തിട്ട് പറയേണ്ട ലെറ്റേഴ്സ് ആണ്. എന്നാൽ മറ്റു ലെറ്റർ പറയുമ്പോൾ വായ ഓപ്പൺ ചെയ്യേണ്ടെന്നാണോ?
ഓപ്പൺ ചെയ്യേണ്ടെന്നല്ല, വായ ഓപ്പൺ ചെയ്താലേ നമുക്ക് ഫത്ഹ പറയാൻ പറ്റുള്ളൂ. പക്ഷെ എന്തുണ്ടാവും, ഒരു കുടിസുണ്ടാവും. ഈ ലെറ്റേഴ്സ് പറയുന്നതും ആ ലെറ്റേഴ്സ് പറയുന്നതിലും തമ്മിൽ എന്തുണ്ടാവും, ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ദാലും പായും തമ്മിലുള്ള വ്യത്യാസം എവിടെയാണ് വരുന്നത്? ദാല് ലൈറ്റ് ലെറ്റർ ആണ്, താഴ്ത്തി പറയേണ്ട അക്ഷരാണ്. പോ ഹെവി ലെറ്റർ ആണ്, നാവിന്റെ ബാക്ക് സൈഡ് ഉയർത്തിയിട്ട് പറയേണ്ട ലെറ്റർ. ഓക്കെ, നാവിന്റെ ബാക്ക് സൈഡ് ആണ് ഉയർത്തേണ്ടത്, അതല്ലാതെ ചുണ്ടിനെ കൊണ്ട് നമ്മൾ എന്താക്കരുത്, ഹെവി ആക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ തോയും ദാലും രണ്ടിലും എന്ത് വന്നു? നമ്മൾ പറഞ്ഞു സൗണ്ടും പുറത്തു പോകില്ല, എയറും പുറത്തു പോകില്ല. അതുകൊണ്ട് തന്നെ എന്താവും, അത് അവിടെ കംപ്ലീറ്റ്ലി ക്ലോസ് ആണ്. അപ്പൊ ഇത് പുറത്തേക്ക് ഈ അക്ഷരം കേൾക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അതിനൊരു പരിഹാരം വേണം. അതെന്താണ്? പൽക്കല. അത് അത് موعود والسماء ذات البروج واليوم الموعود قل هو الله أحد أحد അതല്ലാതെ നമ്മൾ എന്താക്കരുത്, അഹദ് അഹദ് അല്ലാഹു സമദ് സമദ് എന്ന് പറഞ്ഞിട്ട് ഓതരുത്. അഹദ് സമദ് ലം യലിദ് വലം യൂലദ് അത് എന്നാ കുറേ ടൈം കൊടുത്തിട്ട് ലം യലിദ് വലം യൂലദ് അങ്ങനെ ഓതാൻ പറ്റോ? ഇല്ല, അതും മിസ്റ്റേക്ക് ആണ്. ദ് എന്നല്ല, ദ് അത് അത് അത്ര ടൈം കൊടുക്കാൻ പറ്റുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നോർമലി കൽക്കല എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, എല്ലാവരും കുറേ ടൈം കൊടുത്തിട്ട് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് അഹദ് എന്ന് പറയും. അത് പറ്റൂല. അഹദ് അഹദ് എന്നാ കൽക്കല തീരെ ഇല്ലാതെ അഹദ് യലിദ് എന്നും പറയരുത്. അപ്പൊ രണ്ടിന്റെയും ഇടയിലായിക്കൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പൊ ദാൽ എന്താണ്? ലൈറ്റ് ലെറ്റർ ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ദ ദ മലയാളത്തിലുള്ള ദ അല്ല, ദാനിയന്റെ ദായും അല്ല, ധനത്തിന്റെ ദായും അല്ല. ഇത് ദാല. അറബിയിലുള്ള അക്ഷരങ്ങൾ അറബിയിൽ തന്നെ പറയാം. അഥവാ നാവിന്റെ അറ്റം എവിടെ ടച്ച് ചെയ്യണം? മുകളിലത്തെ മുന്നിലെ 2 പല്ലിന്റെ ആ ബാക്ക് സൈഡില് ആ ഒരു റൂട്ടില് ടച്ച് ചെയ്യണം. ദ. അടുത്ത അക്ഷരം ത. ടായും എന്താണ്? സെയിം മഹ്റജാണ്. നാവിന്റെ അറ്റം മുകളിലെ മുൻപല്ലിന്റെ ആ ഒരു റൂട്ട് ലൈൻ അല്ലെങ്കിൽ ഗം ലൈനിൽ അല്ലെങ്കിൽ റൂട്ടിൽ വേരിൽ ടച്ച് ചെയ്തിട്ടാണ് പറയേണ്ടത്. മുരട് എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അപ്പൊ ആ ഭാഗത്താണ് നമ്മൾ ടച്ച് ചെയ്യുന്നത്. അപ്പൊ 3 ഒരേ സ്ഥലത്തുനിന്ന് വരുന്നതാണ്. പക്ഷെ നമ്മൾ പറഞ്ഞു 3ന്റെയും സിഫത്തിലാണ് വ്യത്യാസം. അപ്പൊ നേരത്തെ തോയും ദാലും നമ്മൾ കമ്പയർ ചെയ്തു. ഇനി നമുക്ക് എന്താക്കാം, ദാലിനെയും താനെയും കമ്പയർ ചെയ്യാം. കാരണം തോ ഹെവി ലെറ്റർ ആണ്, ദാല് ലൈറ്റ് ലെറ്റർ ആണ്. ഓക്കെ, ദാല് ലൈറ്റ് ലെറ്റർ ആണ് നമുക്ക് മനസ്സിലായി. ടാ എന്ന സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? ടായും ലൈറ്റ് ലെറ്റർ ആണ് അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും രണ്ടും അപ്പൊ തോയും ടായും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും എന്താണ്? തോ ഹെവി ലെറ്റർ ആണ്, ടാ ലൈറ്റ് ലെറ്റർ ആണ്. അപ്പൊ അവിടെ തന്നെ വ്യത്യാസം വന്നു. ഇനി ദാലിനെയും താനെയും തമ്മിൽ വ്യത്യാസപ്പെടുത്തുന്നത് എന്തോന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അതിനു മുമ്പ് നോക്കാം. ആ സൗണ്ടില് എന്തുണ്ട്? നമ്മൾ നേരത്തെ ദാലും തോയും പറഞ്ഞപ്പം ആ സൗണ്ട് പുറത്തു പോകുന്നില്ല. എന്നാ ത പറയുമ്പോളോ സൗണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട് അല്ലെ. അപ്പൊ എന്തായിരിക്കും തായും ദാലും തോയും തമ്മിലുള്ള വ്യത്യാസം? നമുക്ക് നോക്കാം. ത പറയുമ്പം എന്തുണ്ട്? ത എന്നുള്ള അക്ഷരം പറയുമ്പം എയർ പുറത്തേക്ക് പോകും. ഓക്കെ, എയർ പുറത്തേക്ക് പോകും. എന്നാൽ ദാലും തോയും എന്തില്ല? എയർ പുറത്തേക്ക് പോവില്ല. എയറും പുറത്തു പോവില്ല, സൗണ്ട് പുറത്തു പോവില്ല. പക്ഷെ ത എന്താണ്? എയർ പുറത്തേക്ക് പോകും, പക്ഷെ സൗണ്ട് അഥവാ മഹ്റജ് അവിടെ ബ്ലോക്കാണ്. കാരണം നമ്മൾ പഠിച്ചു എന്താ, നാവിന്റെ അറ്റം മുകളിലെ പല്ലിന്റെ ആ ഒരു വേര് ആ റൂട്ടിലാണ് ടച്ച് ചെയ്യേണ്ടത്. 3 അക്ഷരം ഒരേ സ്ഥലത്താണ് ടച്ച് ചെയ്യുന്നത്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? 3ന്റെയും മഹ്റജ് എന്താണ്? കംപ്ലീറ്റ്ലി ക്ലോസ് ആണ്. അപ്പം ത പറയുമ്പോ എങ്ങനെയാണ് അതിന്റെ എയർ പുറത്തേക്ക് പോകുന്നത്? നമ്മൾ എന്ത് ചെയ്യും? അവിടെ ടച്ച് ചെയ്തിട്ട് ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കും. ത പറയുമ്പോൾ സുക്കൂൻ കൊടുക്കുമ്പോൾ അഥവാ ആദ്യം പോയിട്ട് അവിടെ പോയിട്ട് അടക്കും, അഥവാ അവിടെ ടച്ച് ചെയ്യും നമ്മുടെ നാവിന്റെ അറ്റം. അതിനുശേഷം എന്ത് ചെയ്യും? ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കും. ആ ഗ്യാപ്പിലൂടെ എന്ത് പോവും? എയർ പുറത്തേക്ക് പോകും. അങ്ങനെയാണ് എന്ത് വന്നത്? ടായുടെ സൗണ്ട് കേൾക്കുന്നത്. നമ്മൾ മുന്നേ കാഫിന്റെ കാര്യത്തിൽ പറഞ്ഞ വിഷയം ഇതാണ്. അഥവാ കാഫ് പറയുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. അവിടെ എന്താണ്? നാവിന്റെ ബാക്ക് സൈഡ് അതിന്റെ മുകളിലുള്ള ആ ഒരു ഹാർഡ് പാലറ്റില് കട്ടിയുള്ള ഭാഗത്ത് എല്ലിന്റെ ഭാഗത്ത് ടച്ച് ചെയ്യും.
അവിടെ കംപ്ലീറ്റ്ലി മഹ്റജ് എന്താവാണ്, അടയാണ്. പക്ഷെ നമ്മൾ എന്നിട്ട് ചെറിയൊരു ഗ്യാപ്പ് അവിടെ കൊടുക്കുമ്പോൾ സൗണ്ട് പുറത്തു പോകും. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, മഹ്റജ് അടക്കാണ് ചെയ്യുക, അഥവാ ഷിദ്ദ കൊടുക്കും. ശേഷം നമ്മൾ ഹംസ് കൊടുക്കും. അതല്ലാതെ ചിലർ ഓതുമ്പോ എന്താവും യത്സ്ലൂന തത്സ്ലൂ അറ്റ്സ് എന്നൊക്കെ പറയും. അത് തെറ്റാണ്. അറ്റ്സ് അല്ലെങ്കിൽ എന്നുള്ള സൗണ്ട് വരരുത്. പറയുമ്പോൾ തീരെ എയർ കൊടുക്കാതിരിക്കുമ്പോ എന്ത് സംഭവിക്കും, സൗണ്ട് കേൾക്കില്ല, ഏതാണ് അക്ഷരം എന്ന് മനസ്സിലാവില്ല. അപ്പൊ ചെറിയൊരു ഗ്യാപ്പ് നമ്മൾ കൊടുക്കുക. ആദ്യം മഹ്റജിൽ തട്ടിക്കണം, എന്നിട്ടാണ് നമ്മൾ ഗ്യാപ്പ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതാണ് വ്യത്യാസം ദാലും തായും തമ്മില്. ദാല് എന്താണ്, ജഹറിന്റെ അക്ഷരാണ്. ത ഹംസന്റെ അക്ഷരാണ്. ഷിദ്ദയുടെ അക്ഷരാണ്. തോ ദാൽ ത, 3 ലെറ്റേഴ്സും ഷിദ്ദയുടെ ലെറ്റേഴ്സ് ആണ്. ഇനി ദാലും തായും നോക്കുകയാണെങ്കിൽ രണ്ടും ലൈറ്റ് ലെറ്റേഴ്സ് ആണ്. അതിന്റെ ബാക്ക് സൈഡ് താഴ്ന്നിട്ടാണ് അത് ഇൻഫിതാഹ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ താക്ക് എന്തില്ല, കൽക്കലില്ല. നമ്മൾ യത്ലൂന തത്ലൂ എന്ന് പറയേണ്ട ആവശ്യമില്ല. യത്ലൂന തത്ലൂ, തബ്ബത് യദ തബ്ബത്, അതല്ലാതെ തബ്ബത്ത് എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അതാണ് താടെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, പിന്നെ എന്റെ ടീച്ചേഴ്സ് എനിക്ക് ഈ 3 ലെറ്റേഴ്സും ഒന്നുകൂടെ എളുപ്പത്തിൽ പറയാൻ വേണ്ടി പറഞ്ഞു തന്ന കാര്യം, അത് മഹ്റജായിട്ട് നിങ്ങൾ കണക്ഷൻ ഒന്നും ചെയ്യേണ്ട, ഒന്നുകൂടെ പറയാൻ എളുപ്പത്തിന് വേണ്ടി മാത്രം. അത് എന്താ കംപ്ലീറ്റ്ലി ശരിയാണ് എന്നും ഞാൻ പറയുന്നില്ല, എന്നാലും ജസ്റ്റ് ഒരു ടിപ്പ് എന്നുള്ള രീതിയിൽ പറഞ്ഞു തന്ന ഒരു കാര്യമാണ്. അഥവാ ത ദാൽ ത 3 ലെറ്റേഴ്സും പറയുമ്പം ത പറയുമ്പോൾ നമ്മൾ നല്ലോണം പ്രസ് ചെയ്യും നമ്മുടെ നാവിന്റെ അറ്റം. ത എന്ന് പറയുമ്പം ഈ മുകളിലെ പല്ലിന്റെ റൂട്ടിൽ അഥവാ ഗം ലൈനിൽ നല്ലോണം പ്രസ് ചെയ്തിട്ടാണ് പറയാ. ത. ദാല് പറയുമ്പം ആ പ്രസ്സിങ് കുറച്ചുകൂടെ കുറയും. ദ ത ദ. പ പറയുമ്പോൾ ഒന്നുകൂടെ പ്രസ്സിങ് കുറയും, പക്ഷെ നമ്മൾ നാവിന്റെ ബാക്ക് സൈഡ് ഉയർത്തി പറയണം, എന്നാലേ ആ ഹെവി സൗണ്ട് വരുള്ളൂ. പോ പോ. നമ്മൾ പ്രസ് ചെയ്തിട്ട് പറയുമ്പോ എന്താവും, തോ 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 അല്ലല്ലോ, പോ പോ. ഒരു ആ സൗണ്ട് വരണമെങ്കിൽ നമ്മൾ പ്രസ്സിങ് കുറക്കണം. അപ്പം ത ദ പോ പോ, ഈ രീതിയിലാണ് ത ദാൽ പോ എന്നുള്ള 3 ലെറ്റേഴ്സ് പറയേണ്ടത്. അപ്പൊ ഇത്രയാണ് ഈ അക്ഷരങ്ങളുടെ കാര്യത്തിൽ നമുക്ക് മനസ്സിലാവാനുള്ളത്. ഇതിപ്പം ഇവിടെ അതിന്റെ സിഫത്താണ്, നമ്മളിപ്പോ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളാണ്. എയറിന്റെ ഇത് നോക്കുകയാണെങ്കിൽ പോ ദാൽ ത നോക്കുകയാണെങ്കിൽ പോയും ദാൽ എന്താണ്, എയർ പുറത്തു പോവില്ല, ജഹറാണ്. ത നോക്കുകയാണെങ്കിൽ ഹംസാണ്. ഇനി സൗണ്ട് പുറത്തു പോകുന്ന വിഷയത്തിൽ എന്താണ്, 3 ലെറ്റേഴ്സും എന്താണ് സെയിം ആണ്, ഷിദ്ദാണ് സൗണ്ട്, അഥവാ മഹ്റജ് അവിടെ അടഞ്ഞിട്ടാണുള്ളത്, കാരണം ഒരേ സ്ഥലത്ത് നിന്ന് വരുന്ന ലെറ്റേഴ്സ് ആണ്. ഓക്കെ, പിന്നെ ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ പോ എന്താണ്, ഇസ്തിഅലാന്റെ അക്ഷരാണ്. ദാലും തായും ഇസ്തിഫാലാണ്. കംപ്രഷൻ നോക്കുകയാണെങ്കിൽ എന്താണ്, പോ ഇത്ബാഖാണ്, തായും ദാലും ഇൻഫിതാഹ് ആണ്. ഇനി സ്പെഷ്യൽ സിഫ നോക്കുകയാണെങ്കിൽ പോ ദാല് കൽക്കലുണ്ട്, താക്ക് ഒന്നുമില്ല. അപ്പൊ ഇതില് വ്യത്യാസം എവിടെയാണ് വരുന്നത്, തായും ദാലും തമ്മിലുള്ള വ്യത്യാസം വരുന്നത് ഹംസും ജഹറും തമ്മിൽ എയറിന്റെ കാര്യത്തിലാണ് തായും ദാലും ഡിഫറെന്റ് ആവുന്നത്. പോയും ദാലും തായും ഡിഫറെന്റ് ആവുന്നത് എവിടെയാണ്, പോ വെച്ച് നോക്കുമ്പോൾ ദാലും തായും ഡിഫറെന്റ് ആവുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഹംസും ജഹറിലും ഡിഫറെന്റ് ആവും, അതുപോലെ തന്നെ ഇസ്തിഅല ഇസ്തിഫാലും ഡിഫറെന്റ് ആവും, ഇത്ബാഖ് ഇൻഫിതാഹിലും. ഇതൊന്നും കൂടുതൽ തലയിൽ കൊടുത്ത് കൺഫ്യൂഷൻ ആവേണ്ട ഇല്ല. ഇത് ജസ്റ്റ് ആയിട്ട് നമ്മളിപ്പോ ഈ അക്ഷരത്തിന്റെ കൂടെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു മാത്രം, അത് കൃത്യമായി ആ അക്ഷരം മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ സെപ്പറേറ്റ് ആയിട്ട് മഖ്റജ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സിഫത്ത് ഒന്നുകൂടെ പഠിക്കും. ഒന്നെങ്കിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് സിഫത്തായിരിക്കും പഠിക്കുക, അതല്ലെങ്കിൽ നമ്മൾ റൂൾസ് പഠിച്ചതിന് ശേഷമായിരിക്കും ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ അത് അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഏറ്റവും നല്ല രീതിയിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അമലിൽ കൊണ്ടുവരാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഹെവി ലെറ്റേഴ്സും ലൈറ്റ് ലെറ്റേഴ്സും അതിന്റെ ഹെവിനെസ്സും ലൈറ്റ്നെസ്സും കൊടുത്തിട്ട് തന്നെ പറയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതാണ് മെയിൻലി ആ അക്ഷരത്തിന്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ഒരേ മഖ്റജ് എന്ന് വരുന്ന ലെറ്റേഴ്സിനെ. അതുപോലെ ചുണ്ടുകൊണ്ട് ഈ ഹെവിനെസ് കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ഹെവി ലെറ്റർ അഥവാ ഉയർത്തി പറയേണ്ട ഒരു അക്ഷരവും ചുണ്ട് ഉപയോഗിച്ചിട്ട് പറയാനില്ല. ഉയർത്തി പറയേണ്ടതൊക്കെ നാവിന്റെ ബാക്ക് സൈഡ് ഉയർത്തിയിട്ടാണ് പറയേണ്ടത്. ഒക്കെ നമ്മുടെ നാവിന്റെ ബാക്ക് സൈഡ് ഉയർത്തിയിട്ടാണ് പറയേണ്ടത്. അപ്പൊ അതിനെന്ത് നമ്മുടെ സൗണ്ട് മാക്സിമം യൂസ് ചെയ്തിട്ട്, അതെന്ന് വെച്ചിട്ട്
സൗണ്ട് പോകുന്ന വിധത്തിൽ സൗണ്ട് എടുക്കാനല്ല, നമ്മൾക്ക് എത്രയാണോ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഒരു സൗണ്ട് ഉള്ളത് ആ സൗണ്ട് ഉപയോഗിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ശരിയാവുള്ളൂ. അതുകൊണ്ട് പരിശ്രമിക്കുക. തജ്വീദ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നമ്മൾ പഠിക്കുമ്പോൾ അതില് തിയറി എന്നൊരു ഭാഗവും പ്രാക്ടിക്കൽ എന്നൊരു ഭാഗവും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പഠിച്ച കാര്യങ്ങൾ നമ്മൾ അമലിൽ കൊണ്ടുവരാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുക. അല്ലാഹു തആല നമുക്ക് എളുപ്പമാക്കി തരട്ടെ. ബറകല്ലാഹു ഫീക്കും, ജസാകുമുല്ലാഹു ഖൈറൻ. أقول قولي هذا أستغفر الله لي ولكم ولجميع المؤمنين فاستغفروه إنه الغفور الرحيم. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته.